നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കൊച്ചിയിലുണ്ടായ ഒരു അപകടം, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ജൂലൈയിൽ സുരാജ് വെഞ്ഞാറമൂട് ഓടിച്ചിരുന്ന കാറ് ഒരു ബൈക്കിലിടിക്കുകയും ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായ പരിക്ക് പറ്റുകയും ചെയ്ത സംഭവമുണ്ടായിരുന്നു. പിന്നീട് ബൈക്ക് യാത്രക്കാരനെ സുരാജ് നേതൃത്വത്തിൽ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അതിൻ്റെ കേസിൻ്റെ തുടർ നടപടികളാണ് പിന്നീട് ഉണ്ടായിരുന്നത്. ഇതനുസരിച്ച് പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്ന് തന്നെ സുരാജിന് കേസ് സംബന്ധിയായ വിശദാംശങ്ങളും പിന്നീട് ഇതിൽ ഹാജരാകേണ്ടതിൻ്റെ നടപടിക്രമങ്ങളും വിശദീകരിച്ച് സുരാജിനോട് നേരിട്ട് തന്നെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ കേസിൻ്റെ തുടർ നടപടികൾ മോട്ടോർ വാഹന വകുപ്പിനായിട്ട് പാലാരിവട്ടം പോലീസ് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയായുള്ള നിയമ നടപടികളുടെ ഭാഗമായി അപകടം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായി സുരാജ് വെഞ്ഞാറമൂടിന് രജിസ്റ്റേർഡ് തപാലിൽ പിന്നീട് നോട്ടീസ് അയക്കുകയും ചെയ്തു. ഈ നോട്ടീസ് സ്വീകരിച്ചതിൻ്റെ മറുപടി, അതിൻ്റെ ഒരു അറിയിപ്പ് തിരിച്ച് രജിസ്റ്റേർഡായി ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തിരിച്ച് മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കുകയും ചെയ്തു. അതായത് സുരാജ് വെഞ്ഞാറമൂടിനെ ഇത് സംബന്ധിച്ച് നേരിട്ടും പിന്നീട് തപാലിൽ അയച്ച ഈ അറിയിപ്പുമെല്ലാം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് മറുപടികൾ അതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് ഹാജരാകുക, ഇതിൽ തൻ്റെ ഭാഗം എന്താണ് എന്ന് പറയുവാൻ ബോധിപ്പിക്കുക എന്ന നടപടികളൊന്നും സുരാജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. രണ്ടാമത് അയച്ചതിനും മൂന്നാമത് അയച്ച നോട്ടീസിനും മറുപടികൾ ഉണ്ടായില്ല. ഇതിനുശേഷം ഇനി അവശേഷിക്കുന്നത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഇതിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് മറുപടി ലഭിക്കാത്തതുകൊണ്ട് ഇനി അവശേഷിക്കുന്നത് ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക എന്ന ഒരു ഘട്ടമാണ് ഇനി അടുത്തതുള്ളത്. അത് ഈ വരും ദിവസങ്ങളിൽ തന്നെയും അതുണ്ടാകുമെന്നാണ് RTOയുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത്. അത്തരമൊരു നടപടിക്രമങ്ങളിലേക്ക് ഇവർ കടക്കുന്നു, മോട്ടോർ വാഹന വകുപ്പ് കടന്നിരിക്കുന്നു എന്നതാണ്. അതിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെയും സുരാജ് വെഞ്ഞാറമൂട് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ ഭാഗം വിശദീകരിക്കണം, എന്താണ് സംഭവിച്ചതെന്നും അതിൽ തനിക്ക് പറയുവാനുള്ളതെന്ന് എന്തെന്നും ഇതിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രമാത്രം സഹകരിച്ചു തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ. സാധാരണ അപകടത്തിൽ ഇതുപോലെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായ ക്രമങ്ങളുടെ ഭാഗം തന്നെയാണിത്. അത്തരം കാര്യങ്ങൾ സുരാജ് വെഞ്ഞാറമൂട് അധികൃതർക്ക് മുൻപാകെ വിശദീകരിക്കുകയും കാര്യങ്ങൾ പറയുകയും വേണം. അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അതുണ്ടായില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായിട്ട് തന്നെ പരിക്കേറ്റിരുന്നു. അയാളുടെ കാലൊടിഞ്ഞിരുന്നു, കാൽവിരലുകൾക്കടക്കം ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ്. ജൂലൈയിലുണ്ടായിരുന്ന സംഭവമാണ്. ഇതനുസരിച്ച് പാലാരിവട്ടം പോലീസ് എടുത്ത കേസാണ് പിന്നീട് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയിട്ടുള്ളത്.